ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ യൂട്യൂബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, റിപ്പീറ്റേറ്റീവ് മാസ് പ്രൊഡ്യൂസഡ് ആണെങ്കിലും നിലവിലെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ തന്നെ അത് ഇൻഎലിജിബിൾ ആണ്. ജൂലൈ 15 ശേഷം പ്രത്യേകിച്ചൊരു മാറ്റം വരുത്തിയിട്ടില്ല. ദർ ഈസ് നോ ചേഞ്ച് ടു അവർ റീയൂസ്ഡ് കണ്ടൻറ് പോളിസി. അതായത് റീയൂസ്ഡ് കണ്ടൻറ് പോളിസിയിലും റിയാക്ഷൻ വീഡിയോസിലൊന്നും ഞങ്ങൾ ഒരു മാറ്റവും, നിലവിലെ റൂൾ എന്താണോ അത് തന്നെയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളത് യൂട്യൂബ് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് വളരെയധികം ടെൻഷനോട് കൂടിയിട്ടായിരിക്കും. നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ ഇനി ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുമോ എന്നുള്ള ടെൻഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. കാരണം ഇനി മുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. അപ്പൊ അതിനു മുന്നേ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് എന്നുള്ളത് നമുക്ക് പറയാം. യൂട്യൂബിൽ ജൂലൈ 15 നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ടെൻഷൻ മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. യൂട്യൂബിന്റെ അതേ ഡേറ്റ്, നമ്മൾ ഏത് ഡേറ്റിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടാണോ ടെൻഷൻ അടിച്ചത് അതേ ഡേറ്റ് വെച്ചിട്ട് ജൂലൈ 15, 2025 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വി ആർ മേക്കിംഗ് എ മൈനർ അപ്ഡേറ്റ്. ചെറിയൊരു മൈനർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ടു അവർ റിപ്പീറ്റേഷ്യസ് കണ്ടന്റ് പോളിസി. ടു ബെറ്റർ ക്ലാരിഫൈ ദിസ് ഇൻക്ലൂഡ് കണ്ടന്റ് ദാറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ് ഓർ മാസ് പ്രൊഡ്യൂസഡ്. മാസ് പ്രൊഡ്യൂസഡ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഏത് ഗണത്തിൽ പെടുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്നുകൂടി സിമ്പിളാക്കി പറയാം. മാസ് പ്രൊഡ്യൂസഡ്, റിപ്പീറ്റേറ്റീവ്, നമ്മൾ ഒരുപാട് ടെക്സ്റ്റുകൾ മാത്രം കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ, അതല്ലെങ്കിൽ ഒരേ ടൈപ്പിലുള്ള കണ്ടന്റുകൾ, ആദ്യത്തെ കണ്ടന്റിന്റെ അതേ ടെംപ്ലേറ്റ്സ്, അതേപോലെയുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരേ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന കണ്ടന്റുകൾ, അങ്ങനെയുള്ള കണ്ടന്റുകൾ ഏത് ഗണത്തിൽ പെടുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, അത് ഏത് ഗണത്തിൽ പെടുന്നു എന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റ്. അത് തൊട്ടു താഴെ അവർ പറയുന്നുണ്ട്, വി ആർ ആൾസോ റീനെയിമിംഗ് ദിസ് പോളിസി ഫ്രം റിപ്പീറ്റേഷ്യസ് കണ്ടന്റ് ടു ഇൻഓതന്റിക് കണ്ടന്റ്. അതായത് റിപ്പീറ്റേഷ്യസ് കണ്ടന്റ് എന്നുള്ളത് ഇനി മുതൽ ഇൻഓതന്റിക് കണ്ടന്റ് എന്നുള്ളതാണ് അറിയപ്പെടുക. അതായത് റിപ്പീറ്റേഷ്യസ് കണ്ടന്റ് എന്നുള്ളത് ഇനി മുതൽ ഇൻഓതന്റിക് കണ്ടന്റ് എന്ന് അറിയപ്പെടും. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പേയുള്ള അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നത് കണ്ടന്റുകൾ ഇനി മുതൽ ഒറിജിനൽ ആയിരിക്കണം, ഓതന്റിക് ആയിരിക്കണം. അപ്പൊ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ഇനി മുതൽ ഇൻഓതന്റിക് ആണ്. അപ്പൊ ഓൾറെഡി അത് ഞാൻ പറയാം. ഇനിയുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടെൻഷൻ മാറാനുള്ള ഒരു പോയിന്റ്. ദിസ് ടൈപ്പ് ഓഫ് കണ്ടന്റ് ഹാസ് ഓൾവേസ് ബീൻ ഇൻഎലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ അണ്ടർ അവർ എക്സിസ്റ്റിംഗ് പോളിസീസ്. അതായത് ഇൻഓതന്റിക് കണ്ടന്റ്, മാസ് പ്രൊഡ്യൂസ്ഡ്, അതല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഞങ്ങൾ യൂട്യൂബിൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ഇൻഎലിജിബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ജൂലൈ 15 ശേഷം അവർ പേര് മാറ്റി, മാസ് പ്രൊഡ്യൂസഡ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് എന്നുള്ളത് ഇൻഓതന്റിക് കണ്ടന്റ് എന്ന് പേര് മാറ്റി. ഇൻഓതന്റിക് കണ്ടന്റുകൾക്ക് ഇനി മുതൽ മോണിറ്റൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇൻഓതന്റിക് കണ്ടന്റ് എന്താണ്? മാസ് പ്രൊഡ്യൂസഡ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒറിജിനൽ അല്ലാത്ത കണ്ടന്റ് എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെയും അങ്ങനെയുള്ള കണ്ടന്റുകളൊന്നും ഓൾറെഡി ഞങ്ങൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്നതല്ല, ഇൻഎലിജിബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ജൂലൈ 15 മുന്നേ മോണിറ്റൈസേഷൻ ആവാത്ത കണ്ടന്റ് ജൂലൈ 15 ശേഷവും മോണിറ്റൈസേഷൻ ആകുന്നതല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, there is no change to our reused content policy which reviews content like commentary, ക്ലിപ്സ്, കോമ്പിലേഷൻസ് ആൻഡ് റിയാക്ഷൻ വീഡിയോസ്. അതായത് ഞങ്ങളുടെ റീയൂസ്ഡ് കണ്ടന്റ് പോളിസിയിൽ ഒരു മാറ്റവും ഇല്ല. ജൂലൈ 14 മുന്നേ എന്താണോ ഞങ്ങളുടെ റീയൂസ്ഡ് കണ്ടന്റ് പോളിസിയിലെ മോണിറ്റൈസേഷന്റെ ആ ഒരു സെറ്റപ്പ്, അത് തന്നെയാണ് ഇപ്പോഴും. അതുപോലെ കമന്ററി ചാനലുകൾ, ക്ലിപ്സ്, കോമ്പിലേഷൻസ് ആൻഡ് റിയാക്ടിങ് വീഡിയോസ്, ഇതിന്റെ മുന്നേ എങ്ങനെയാണോ റൂള് അത് തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് യൂട്യൂബ് വളരെ കൃത്യമായിട്ട് പറയുന്നു. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അതായത് ജൂലൈ 14 മുന്നേ ഈ ഒരു കാറ്റഗറിയിലുള്ള റൂൾസ് എന്താണോ അത് തന്നെയാണ് ജൂലൈ 15 ശേഷവും. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ആയാലും മാസ് പ്രൊഡ്യൂസഡ് കണ്ടന്റ് ആയാലും റീയൂസ്ഡ് കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ
എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ജൂലൈ 14 മുന്നേ തന്നെ ഒരുപാട് ആളുകളുടെ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട്. യൂട്യൂബിൽ ഓൾറെഡി ആ ഒരു റൂൾ ഉണ്ട്. യൂട്യൂബ് ഇപ്പൊ പറയുന്നതും അത് തന്നെയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ള ആ ഒരു റൂളിലൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത്. മാത്രമല്ല റിയാക്ടിങ് വീഡിയോസിലും അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് പോളിസിയിലൊന്നും ഇനിയും ഞങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂട്യൂബിന്റെ വക ഒരു നിലവിലെ റൂൾ വെച്ചിട്ട് ഒരു ചെക്കിങ് നടക്കുന്നുണ്ടായിരിക്കും. അതെല്ലായ്പ്പോഴും നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുമ്പേയും ഒരുപാട് പേർക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കാണുന്ന ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതല്ലാതെ നിങ്ങളിവിടെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. യൂട്യൂബ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം യൂട്യൂബുള്ള എല്ലാ സ്ഥലത്തും തെറ്റായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ സ്പ്രെഡ് ആയിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് അവർ അറിഞ്ഞിട്ട് അതേ ഡേറ്റ് വെച്ചിട്ട് അവർ ഈ ഒരു ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. യൂട്യൂബ് എല്ലാ കാലങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും ചാനൽ ചെക്ക് ചെയ്യാറുണ്ട്. അതിൽ ഒരു പക്ഷെ 10 റീയൂസ്ഡ് കണ്ടന്റ് ചെയ്തവർ ഒരു പക്ഷെ രക്ഷപ്പെട്ടു പോകുന്നുണ്ടായിരിക്കും. ഒരു കണ്ടന്റ് ആദ്യമായിട്ട് ചെയ്ത ഒരാളുണ്ടായിരിക്കും, അയാളുടെ ചാനൽ പിടിക്കപ്പെടുന്നുണ്ടായിരിക്കും. അതൊക്കെ പല രീതിയിലാണ്. അത് യൂട്യൂബിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു മീറ്റർ വെച്ച് നോക്കുമ്പോൾ പെടുന്നവൻ പെട്ടു, പെടാത്തവൻ രക്ഷപ്പെട്ടു. അതിങ്ങനെ പോകുന്നുണ്ട്. അത് കൂടുതൽ യൂട്യൂബ് സ്ട്രോങ് ആക്കുന്നുണ്ടായിരിക്കാം. അതല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ യൂട്യൂബിൽ എങ്ങനെയാണോ വീഡിയോ ചെയ്ത് മോണിറ്റൈസേഷൻ ഒക്കെ ആക്കി മുന്നോട്ട് പോകുന്നത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക. യൂട്യൂബ് പോളിസിക്കുള്ളിൽ നിന്നുകൊണ്ട് എപ്പോഴും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ തരികിട പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ന്യൂസുകൾ കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ടി വരുന്നത്. ഒരുപാട് ആളുകൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 കണക്കിന് വീഡിയോസ് ഒക്കെ ഡിലേറ്റ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തവരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ അപ്ഡേറ്റും അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വലിയ വലിയ മാറ്റങ്ങൾ ചാനലിൽ കൊണ്ടുവരാൻ. എന്നോട് കോൺടാക്ട് ചെയ്തവരോടൊക്കെ ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 15 ശേഷമേ ഇതിൽ കൃത്യമായിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റൂ എന്നുള്ളതും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷന്റെ പോകുന്നത് ജൂലൈ 14 മുന്നേ ഈ മാസ് പ്രൊഡ്യൂസഡ് ആയാലും റീയൂസ്ഡ് കണ്ടന്റ് ആയാലും മറ്റ് റിപ്പീറ്റേറ്റീവിലൊക്കെ പോയിട്ടുണ്ട്, ഇനിയും പോകുന്നും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ആയി എന്നുള്ളത്. പോവാനുള്ള ചാനലാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നാലും വന്നില്ലെങ്കിലും പോകുമായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും നിങ്ങളുടെ ടെൻഷൻ ഇനി മാറുമെന്ന് കരുതുന്നു. യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ചാനൽ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഓവർ ടെൻഷൻ കൊടുത്ത് നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് അതിന് ബാധിക്കേണ്ട. അതല്ലാതെ നിങ്ങളുടെ ചാനലിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നറിയാൻ യൂട്യൂബ് സ്റ്റുഡിയോ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തോളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.